ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പൊളിച്ച് ഇങ്ങനെ കളയാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് പൊളിച്ചാൽ മതി. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ ഒരു കൊറിഗേറ്റഡ് പേപ്പർ പോലത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യേണ്ട സൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ എടുക്കുന്ന ഒരു സംഭവം അപ്പോൾ അത് എടുത്തിട്ട് അതെന്താണെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. അതെടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ രണ്ട് സൈഡിലോട്ടും കുറച്ച് എക്സ്ട്രാ ഇടുക കേട്ടോ. നമ്മളുടെ അത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ ഒരു 12 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു എടുക്കുന്ന സംഭവത്തിനുള്ള. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഈ ഒരു സംഭവം എന്താ ഇങ്ങനെ ലെങ്ത് വൈസ് അല്ലേ ഈ ഒരു ഇങ്ങനെയല്ലേ കട്ട് ചെയ്തത്, ഇതിൻ്റെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അത്രയും സൈസ് തന്നെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് വൈസിലും എക്സ്ട്രാ ഇടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് രണ്ട് പീസുമായിട്ട് കട്ട് ചെയ്യുക. ഒന്ന് ഇതാ ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഇതാ ഈ ഒരു ലെങ്ത്ത് വൈസിലും ഒന്ന് വിഡ്ത്ത് വൈസിലുമാണ് നമ്മൾ എക്സസ് ആയിട്ട് ഇട്ടിട്ട് രണ്ട് പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 12 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സംഭവം ചെറുതാണെങ്കിൽ അതിൻ്റെ 12 സെൻറ്റിമീറ്റർ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, കുറച്ചും കൂടെ കഴിയുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മളിതാ ഒന്ന് ചെറുതായിട്ട് ഗ്ലൂ ഒട്ടിച്ചിട്ട് നമ്മളിതാ ഈ രണ്ട് പീസസും കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബേസ് എടുത്തല്ലോ, ബേസിൻ്റെ ആ ഒരു സൈസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഇതാ എക്സസ് ആയിട്ട് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് അതിലങ്ങ് ഒട്ടിക്കുക കേട്ടോ. നല്ല സുഖമാണ് ഒട്ടിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറിഗേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ലൈൻ എങ്ങടാന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ, മടങ്ങിയൊക്കെ പോവും, വൃത്തിക്ക് കിട്ടില്ല. ഇതേപോലെ തന്നെ നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്, എവിടെയും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇത് റോൾ ചെയ്യുന്ന ഭാഗം കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് റോൾ ചെയ്യാൻ ഈസി ആയിട്ട് വരും. ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കണ്ടോ, അതിൻ്റെ ലൈൻസും കണ്ടോ റോൾ ചെയ്യുന്ന ആ ഒരു ലൈനിൽ തന്നെയാണ് വരുന്നത്. ഇതേപോലെ 4 സൈഡ് നമ്മൾ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കണം. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതാ നമ്മളൊരു ബാക്കി വന്ന പീസിൽ നിന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്ത് ഒരു റോള് പോലെ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് കൊടുക്കുന്നത്. ഒരു ഡെക്കറേറ്റിംഗ് പീസ് എന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മളിതാ ഇങ്ങനെ ഒരു 4 പീസാണ് ചെയ്തെടുത്ത്, വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 ചെയ്തിട്ട് 4 ഈ ഒരു കോർണറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ട് കേട്ടോ. അത് ഫെവിക്കോളാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, പേപ്പറല്ലേ, ഇപ്പം പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സംഭവങ്ങളെ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ റോൾ ചെയ്ത സംഭവങ്ങളെല്ലാതും ഒരേ രീതിയിൽ റോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. കണ്ടോ, ഈ ഒരു കോർണറുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു സംഭവം ഒട്ടിച്ച് കൊടുത്തത്. ഇനി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിത് ഒരു ക്ലിങ് ഫിലിം എടുത്തിട്ടുണ്ട്. ക്ലിങ് ഫിലിം എടുത്തത് എന്തിനാണെന്നുണ്ടോ, ഒരു ഫോട്ടോ ഇതേപോലെ വെക്കുക കേട്ടോ. നമ്മുടെ ഫോട്ടോയുടെ നല്ല ഭാഗം ആ ക്ലിങ് ഫിലിമിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുകളിലത്തെ ഭാഗം ഇതേപോലെ കൊടുത്തതിന് ശേഷം കുറച്ച് എക്സസ് ആക്കി ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്, അടിപൊളിയാണ്, നല്ല ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് മടക്കി കൊടുക്കുക. 4 സൈഡുകളും മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ കൂടെ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്രെയിമിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് വെച്ച് കൊടുക്കാൻ. എല്ലാം വെച്ച് കൊടുത്ത് തന്നപ്പോൾ നല്ല അടിപൊളി ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ കളറിൽ തന്നെ ഇരിക്കുന്നതാണ് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിതിന് കളറൊക്കെ ചെയ്ത് കൊടുക്കാം. ബാക്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെ ഇതേപോലെ കാർഡ്ബോർഡ് മടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.